ഓക്കെ, ഇൻസ്റ്റഗ്രാമിനകത്ത് പോസ്റ്റ് ഇട്ടു, വാട്സാപ്പിനകത്ത് സ്റ്റാറ്റസ് ഇട്ടു, ഫേസ്ബുക്കിനകത്ത് പേജസ് റൺ ചെയ്തുമാണ് നിങ്ങളുടെ ബിസിനസ് മെയിൻലി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. സപ്പോസ് നാളെ മോർണിംഗ് നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ ഗൂഗിളിനകത്ത് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ കാണിക്കുന്നില്ല ഫോർ സം ടെക്നിക്കൽ റീസൺസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റാ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ആക്സസ് ഡിനൈഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ടെമ്പററി ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആൻസർ നോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു വെബ്സൈറ്റ് വേണ്ടതാണ്. ഞാൻ പറയാം, പൊതുവെ വെബ്സൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് വരുന്നത് വെബ്സൈറ്റ്സൊക്കെ വലിയ വലിയ കമ്പനീസിനല്ലേ. എൻ്റെ ബിസിനസ് ഇപ്പോൾ സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്, എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ക്ലയൻസ് ഉണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഷോപ്പ് ഫുള്ളാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു 20 years ബിഫോർ ഒരു സ്ഥാപനത്തിനെങ്കിലും UPI പേയ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു? ഇല്ല. പക്ഷേ ഇപ്പോൾ ഓരോരോ ചായക്കടയിൽ പോലും UPI പേയ്മെൻറ്റ്സ് ഉണ്ട്. ടെക്നോളജി വളരുന്നോറും ബിസിനസ്സിനെ ഏത് ബിസിനസ്സാണോ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നത് ആ ബിസിനസ് നല്ലോണം ഗ്രോത്തിലേക്ക് പോകും. സപ്പോസ് ഇമാജിൻ ചെയ്യൂ, ഇന്നൊരു ചായക്കടയിൽ UPI പേയ്മെൻറ്റ്സ് ഇല്ല, ഓൺലി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ എത്ര പേരുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ക്യാരി ചെയ്ത് നടക്കുന്നുണ്ട്? സോ അവരുടെ ബിസിനസ് ഇപ്പോൾ എന്തൊരു സ്റ്റേജിലായിരിക്കും? കാരണം ടെക്നോളജി മാറി. സോ ടെക്നോളജി മാറുമ്പോൾ ആ ടെക്നോളജി അനുസരിച്ച് അഡാപ്റ്റ് ആവുന്ന ബിസിനസ് ആയിരിക്കും സസ്റ്റെയിൻ ചെയ്യുക ഫ്യൂച്ചറിൽ. സോ ഏതൊരു ബിസിനസ്സിനും ഒരു ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് വെബ്സൈറ്റാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ ഞാൻ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി ഞാൻ കേൾക്കുന്നു. ഓക്കെ, എനിക്ക് ഈ ഒരു സാധനമാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇനീഷ്യലി നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി ഞാൻ അറിയപ്പെടുന്നു, എൻ്റെ ഫ്രണ്ട്സ് ത്രൂ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഞാൻ അറിയപ്പെടുന്നു. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ്ലി എൻ്റെ ബൈക്ക് എടുത്തിട്ട് സ്ട്രീറ്റ് ബൈ സ്ട്രീറ്റ് ഞാൻ നിങ്ങളുടെ സ്ഥാപനം സെർച്ച് ചെയ്യില്ല. ഞാൻ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിനകത്ത് പോയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിൽ നിന്ന് വരുന്ന റിസൾട്ട്സിന് ഞാൻ വായിക്കും. നിങ്ങൾക്ക് എത്ര റിവ്യൂ ഉണ്ട്, നിങ്ങൾ എത്ര പേർക്ക് നല്ലോണം സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ റേറ്റിംഗ്സ് എത്ര, നിങ്ങളുടെ പ്രൈസിങ്സ് എത്ര, നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടോ, എത്ര പേര് പോസിറ്റീവ് റിവ്യൂസ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യവും ഞാൻ ആദ്യം സ്ക്രോൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ, ഫോട്ടോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, കോൺടാക്ട് നമ്പർ ഉണ്ടോ പ്രോപ്പറായിട്ട്, ഇതൊക്കെയാണ് എനിക്ക് കോൺഫിഡൻസ് തരിക. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ സ്ഥാപനം ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ ലാസ്റ്റ് പോസ്റ്റ് ഹാപ്പി ഓണം 2021 ആണെന്ന് വെക്കും. അവിടെ തന്നെ കഴിഞ്ഞില്ലേ? ഓൾറെഡി ഞാൻ സ്കേർഡ് ആവും. കാരണം ഇന്നിപ്പോൾ 2026 നമ്മൾ 27ലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ലാസ്റ്റ് പോസ്റ്റ് ഇപ്പോൾ ഹാപ്പി ഓണം 2021 എന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ഭയങ്കര ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യലി ഏതൊരു കസ്റ്റമറും ഒരു ഫസ്റ്റ് സെക്കൻഡ്സിൽ തന്നെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി ജഡ്ജ് ചെയ്യും. ഈവൻ ദോ എനിക്ക് നിങ്ങളെ വിളിച്ച് ഒരു റേറ്റ് അന്വേഷിക്കണമെങ്കിൽ പോലും ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ബ്രാൻഡ് പ്രസൻസ് നോക്കിയിട്ട് ജഡ്ജാണ് ഞാൻ ചെയ്യുന്നത്. റൈറ്റ്? എവറി കസ്റ്റമർ ഡസ് ജഡ്ജ് എ ബിസിനസ് വിത്തിൻ ദ ഫസ്റ്റ് ഇംപ്രഷൻ. അതിപ്പോൾ 500 റുപ്പീസിനൊരു ഷർട്ട് വാങ്ങിക്കുവാണെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 lakh റുപ്പീസിനൊരു ഹോം കൺസ്ട്രക്ഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 80,000 ഒരു ഇൻ്റർനാഷണൽ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ പോലും അവർക്കൊരു പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഇല്ലാന്നുണ്ടെങ്കിൽ പീപ്പിൾ ഡോണ്ട് ബൈ ദിയർ സർവീസ്. ഇൻസ്റ്റഡ് വേറൊരു ബിസിനസ്സിന് പ്രോപ്പറായിട്ട് ഈ ടെക്നിക്കൽ ഫണ്ടമെൻറ്റ്സ്, അതായത് ഒരു വെബ്സൈറ്റ്, പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡിങ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേ പീപ്പിൾ പോകത്തുള്ളൂ. ബിക്കോസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ് എ ലോട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ പേജ് കണ്ടു, ബട്ട് എനിക്കൊരു പ്രോപ്പറായിട്ടൊരു വാലിഡായിട്ടൊരു വെബ്സൈറ്റ് ഇല്ല, ഒരു ഡൊമൈൻ ഇല്ല, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻഫർമേഷൻ ഗൂഗിളിനകത്ത് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് ഒരു ട്രസ്റ്റ് ബിൽഡ് ആവും. നെക്സ്റ്റ് തിങ്, വാട്സപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് മീഡിയം അല്ല ഒരിക്കലും. കാരണം മിനി ബിസിനസ് പറയുന്നത് വാട്സപ്പിനകത്താണ് ഞങ്ങൾ എവറിത്തിങ് പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ എൻറ്റയർ ബിസിനസ് ഞങ്ങൾ റൺ ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ്. ഞങ്ങളുടെ ക്ലയൻറ്റിന് കൊട്ടേഷൻ അയച്ചു കൊടുക്കുന്നത് തുടങ്ങി എവറിത്തിങ് ഞങ്ങൾ വാട്സപ്പ് ത്രൂ ആണ് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെയാണ് പഴയ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാത്തിനും വാട്സപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. അവിടെ ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നാളെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ ഡാമേജ് ആയെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ
ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മൊബൈൽ നമ്പർ ചേഞ്ച് ആയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് അവിടെ പോസായി പോവുകയാണ്. കാരണം നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് നിങ്ങൾ വാട്സപ്പ് ത്രൂ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻ കേസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫോർ സം കൈൻഡ് ഓഫ് ടെക്നിക്കൽ റീസൺസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടെമ്പറലി ബ്ലോക്ക്ഡായി, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റിയെന്ന് വിചാരിക്കും, എൻറ്റയർ ബിസിനസ് അവിടെ പോസായി പോകുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം അവിടെ വരുന്നില്ല. വെബ്സൈറ്റ് 24 hours ഓൺ ആയിരിക്കും, 365 days വർക്കിംഗ് ആയിരിക്കും. ഈവൻ നിങ്ങൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ പോലും വെബ്സൈറ്റ് എന്ന് പറയുന്നത് പീപ്പിളിനെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് സെൽ ചെയ്യുന്നുണ്ട്, എവറിത്തിങ്, എങ്ങനെ നിങ്ങളെ റീച്ച് ചെയ്യണം, എവറിത്തിങ് പീപ്പിളിന് ഒരു ഷോപ്പ് നിങ്ങൾ തുറന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ യു ആർ ഗിവിങ് എ ഡിജിറ്റൽ പ്രസൻസ് ഓൺലൈൻ 24/7. നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സ് അല്ലാത്ത സമയത്ത് പോലും അവർക്ക് നിങ്ങളുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്ന ഒരു 8 മണിക്കാണെന്ന് വെക്കുക. രാത്രി 8 മണിക്ക് നിങ്ങളെ വിളിച്ചിട്ട് അവരറിയണമെന്നില്ല. നിങ്ങളുടെ വെബ്സൈറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സോ അവർക്ക് അങ്ങനെ അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് അവിടെ നിന്ന് അവർക്ക് എടുക്കാവുന്നതാണ്. സോ ഇതുകൊണ്ട് മോർ നമ്പർ ഓഫ് ആൾക്കാർക്ക് കുറഞ്ഞ നമ്പർ ഓഫ് ടൈമിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി റീച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് അനദർ മേജർ പോയിൻ്റ് ഈസ് നിങ്ങളുടെ വെബ്സൈറ്റ് 24 hours ഒരു ഓപ്പൺ ഷോപ്പിനെ പോലെയാണ്. ഫസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു കോസ്റ്റ്, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന കോസ്റ്റ്, പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ് ഇയർലി ആയിരിക്കും. അതിൻ്റെ മെയിൻ്റനൻസ് ഒരു ചുരുങ്ങിയ പൈസ, സെർവർ റൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡൊമൈൻ റിന്യൂ ചെയ്യാനായിട്ട്, ഇത്ര മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യുന്നതാണ് വെബ്സൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങളൊരു ഷോപ്പ് തുറന്ന് ഒരു എംപ്ലോയിനെ 24/7 റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം തിങ്ങാണ് ഓൺലൈനിൽ കൂടി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാഫിന് എംപ്ലോയിനെ മന്ത്ലി നിങ്ങൾക്ക് സാലറി കൊടുക്കണ്ട, ബോണസ് കൊടുക്കണ്ട, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പകരം 24/7 നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ക്വയറീസിന് ആൻസർ ചെയ്യും. കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ ലൊക്കേഷൻ, എവറിത്തിങ്, നിങ്ങളുടെ ബ്രാൻഡ് പ്രൊഫൈൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റും. ഇനി എങ്ങനെ എനിക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം? ഇതിൻ്റെ സൊല്യൂഷനായിട്ടാണ് നെറ്റ്കോഷി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി ഞങ്ങളോട് കൺസൾട്ട് ചെയ്യൂ. ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽസ് തന്നെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും, ഗൂഗിളിനകത്ത് വെബ്സൈറ്റ് മാത്രമല്ലാണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ എങ്ങനെ അവിടെ എത്തിക്കണം, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ ഫ്രണ്ടിൽ കൊണ്ടുവരണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ബിസിനസ് പ്രൊഫൈൽ ക്രിയേഷൻ, ഫേസ്ബുക്ക് പേജ്, എവറിത്തിങ് ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് വെബ്സൈറ്റ് എടുക്കാം, പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ആ സർവീസ്, എവറി സർവീസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഫോൺ കോളിൽ നിങ്ങളുടെ ഫ്രണ്ടിനോടും ഇടുന്നത് പോലെ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പറയൂ. നിങ്ങൾക്ക് വേണ്ട നല്ലൊരു വെബ്സൈറ്റ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.